നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 26/8/2026 മലയാളികളുടെ ദേശീയോത്സവമായ പൊന്നോണം ആഗതമാകുകയാണ്. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ. ഇന്നത്തെ വീഡിയോ നമ്മൾ മലയാളികളുടെ പൊന്നോണത്തെക്കുറിച്ചാകാം. ഓണത്തെക്കുറിച്ച് പലർക്കും അറിയാത്ത ചില വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മഹാബലി കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നെന്നും അദ്ദേഹത്തെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതാണെന്നും മറ്റുമുള്ള കഥകൾ നമ്മൾ കേട്ടു വളർന്നവരാണ്. പാതാളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ കേരളത്തിൽ വരാൻ തന്നെ അനുവദിക്കണമെന്ന് മഹാബലി വാമനനോട് അഭ്യർത്ഥിച്ചുവെന്നും അതിൻ പ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം മഹാബലിക്ക് കേരളത്തിലേക്ക് വരാൻ വാമനൻ അനുവാദം കൊടുത്തുവെന്നും അതനുസരിച്ച് മഹാബലി കേരളക്കരയിൽ എത്തുന്നതിൻ്റെ ആഹ്ലാദാഘോഷമാണ് ഓണാഘോഷമെന്നും മറ്റുള്ള കഥകൾ നമുക്കറിവുള്ളതാണല്ലോ. എന്നാൽ നമ്മൾക്ക് അറിയാത്ത മറ്റു ചില കഥകൾ കൂടിയുണ്ട്. അതായത് ഓണം ആഘോഷിക്കുന്നത് മലയാളികൾ മാത്രമാണോ? മഹാബലി ഭരിച്ചിരുന്നത് കേരളം മാത്രമാണോ? മഹാബലി 3 ലോകങ്ങളും അടക്കി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ കേരളം മാത്രമാണ് മഹാബലി ഭരിച്ചിരുന്നതെന്ന് എങ്ങനെ പറയാനാകും? വസ്തുത എന്തെന്നാൽ മഹാബലി കേരളം മാത്രമല്ല ത്രിലോകങ്ങളും ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അതിൽ കേരളം മാത്രമല്ല ഭാരതം മുഴുവനും മഹാബലി ഭരിച്ചിരുന്നു. മഹാബലിയുടെ ആസ്ഥാനം ഗുജറാത്തിലെ നർമ്മദാ നദീതീരത്തായിരുന്നുവെന്നും അവിടെയാണ് മഹാബലി അശ്വമേധ യജ്ഞം നടത്തിയതെന്നും പുരാണങ്ങളിൽ പറയപ്പെടുന്നു. യജ്ഞ പരിസമാപ്തിയിൽ നർമ്മദാ തീരത്ത് വെച്ച് ദാനധർമാദികൾ നടത്തുന്ന അവസരത്തിലാണ് മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മഹാബലിയോട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടതെന്നും പറയപ്പെടുന്നു. അതിനാൽ തന്നെ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസം ഭാരതമൊട്ടുക്ക് ആഘോഷിച്ചു പോരുന്നുണ്ട്. ഈ കാര്യം പലർക്കും അറിയില്ല. മഹാബലി കേരളത്തിൽ വരുന്ന ദിവസമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ആഘോഷിക്കുന്നതെന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മഹാബലിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല വിശേഷ ദിവസങ്ങളുടെയും കാര്യത്തിലും കേരളത്തിലും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ദിവസങ്ങളിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ദീപാവലി തലേ ദിവസമാകുമ്പോൾ ഉത്തരേന്ത്യയിൽ ദീപാവലി പിറ്റേ ദിവസമായിരിക്കും. ജന്മാഷ്ടമിയുടെയും മറ്റ് പല വിശേഷ ദിവസങ്ങളുടെയും കാര്യത്തിലും ഈ വ്യത്യാസം കാണാം. ജന്മാഷ്ടമിക്ക് ചില വർഷങ്ങളിൽ കേരളത്തിലെയും ഉത്തരേന്ത്യയിലെയും ആഘോഷങ്ങൾ തമ്മിൽ 1 മാസത്തിൻ്റെ വ്യത്യാസം വരാറുണ്ട്. അതിനുള്ള കാരണം മലയാളികൾ അഷ്ടമിരോഹിണിയായി ആഘോഷിക്കുന്നത് കാരണം അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒത്തുചേർന്ന് വരുന്ന ദിവസം മാത്രമേ എടുക്കാറുള്ളൂ. എന്നാൽ ഉത്തരേന്ത്യയിൽ അവർക്ക് നക്ഷത്രം പ്രസക്തമല്ല. അവർ കൃഷ്ണപക്ഷ അഷ്ടമി തിഥി മാത്രമാണ് എടുക്കാറുള്ളത്. അതിനാലാണ് ഒരേ ആഘോഷങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിലായി ആചരിച്ചു വരുന്നത്. ഇതുപോലെ തന്നെയാണ് ഓണത്തിൻ്റെ കാര്യവും. നമ്മൾ മലയാളികൾ ഓണം ഈ വർഷം 26/8/2026 ആഘോഷിക്കുവാൻ പോകുന്നത്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ളവർ 10/11/2026 ചൊവ്വാഴ്ചയാണ് ഇത് ആഘോഷിക്കുന്നത്. പേരിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ മഹാബലി ചക്രവർത്തിയുടെ വരവിനെ ഓണം എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ രാജാ ബലി എന്ന പേരിലും ഹിമാചൽ പ്രദേശിൽ ബലിരാജ് എന്ന പേരിലും ഗുജറാത്തിൽ ബസ്തുവരസ് എന്ന പേരിലും മഹാരാഷ്ട്രയിൽ ബലി പടുവ എന്ന പേരിലും കർണാടകയിൽ ബലി പദ്യാമി എന്ന പേരിലും ആഘോഷിച്ചു വരുന്നു. ഗുജറാത്തികളുടെയും രാജസ്ഥാനികളുടെയും പുതുവർഷം കൂടിയാണ് ഈ ദിവസം. തമിഴ്നാട്ടിലും കർണാടകത്തിലും കർഷകർ ഈ ദിവസം ദേവി കേദാരഗൗരിയെ ആരാധിക്കുന്ന വിശിഷ്ട ദിവസമാണ് ഈ ദിവസം. പാർവതി ദേവിയുടെ മറ്റൊരു രൂപമാണ് കേദാരഗൗരി അഥവാ ഗൗരി. ഈ ദിവസം ഇവർ ഗോപൂജയും നടത്തി വരുന്നു. മേൽപ്പറഞ്ഞ ആഘോഷങ്ങളുടെ പേരുകൾ വ്യത്യസ്തങ്ങളാണെങ്കിലും ആചാരങ്ങൾ ഒന്നു തന്നെയാണ്. അതായത് തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി മഹാബലി പാതാളത്തിൽ നിന്നും
എത്തുന്ന ദിവസമായിട്ടാണ് എല്ലാവരും ഈ ദിവസത്തെ ആഘോഷിച്ചു വരുന്നത്. പൊതുവെ ഈ ആഘോഷത്തിന് ബലിപ്രതിപദ എന്നാണ് പേര് പറയുന്നത്. ഉത്തരേന്ത്യയിൽ ബലിപ്രതിപദ ദിവസം അഥവാ അവർ ആഘോഷിക്കുന്ന ഓണത്തിൻ്റെ ദിവസം രാവിലെ എണ്ണ തേച്ചുള്ള കുളി നടത്തി പുത്തൻ വസ്ത്രവും എടുത്ത് നമ്മൾ പൂക്കളമിടുന്നതിന് പകരം രംഗോളി അഥവാ കോലം വരയ്ക്കുന്നു. വീടുകളിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നു. ഓരോരുത്തരും ഉണ്ടാക്കിയ വിഭവങ്ങൾ പരസ്പരം കൈമാറുന്നു. ജനങ്ങൾ ഒത്തുകൂടി സമൂഹസദ്യയും നടത്താറുണ്ട്. ചിലയിടങ്ങളിൽ ഈ ദിവസം പാട്ടും ഡാൻസും മറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകളും നടത്തിവരുന്നു. ഈ ദിവസം വിവിധ തരത്തിലുള്ള കായിക മത്സരങ്ങളും നടത്തിവരുന്നു. ചിലയിടങ്ങളിൽ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് അരികൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഭക്തിപൂർവ്വം അർപ്പിക്കുന്നു. ജനങ്ങൾ ഒത്തുചേർന്ന് ചില പ്രത്യേകതരം പന്തയക്കളികളും മറ്റും നടത്തിവരുന്നു. ഈ ദിവസം ഇവർ മഹാബലിയെയും ഭാര്യ വിന്ധ്യാവലിയെയും പൂജിക്കുന്നു. ചിലർ മണ്ണുകൊണ്ടോ ചാണകം കൊണ്ടോ മഹാബലിയുടെ രൂപമുണ്ടാക്കി അതിലാണ് പൂജ നടത്തുന്നത്. വൈകുന്നേരമാകുമ്പോൾ വീടുകളുടെ പ്രധാന വാതിലുകളിലും ക്ഷേത്രങ്ങളിലും മാല കൊണ്ടും ഇലക്ട്രിക്കൽ സീരീസുകൾ കൊണ്ടും അലങ്കരിക്കുന്നു. ഇന്ന് ഈ ആഘോഷങ്ങൾ നഗരപ്രദേശങ്ങളിൽ അത്ര വിപുലമായി നടക്കാറില്ലെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ വളരെ വിപുലമായി ആഘോഷിച്ചു വരുന്നു. അപ്പോൾ ഓണം എന്ന് പറയുന്നത് മലയാളികൾ മാത്രമല്ല ഇന്ത്യയൊട്ടുക്ക് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. പേരിലും ആഘോഷ ദിവസങ്ങൾ തമ്മിലും വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഒരുപക്ഷെ ദീപാവലിയെ പോലെയുള്ള വ്യത്യാസമാകാം ഇത്. ദീപാവലി എന്ന് പറയുന്നത് രാവണ നിഗ്രഹം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ തിരികെ എത്തുമ്പോൾ ജനങ്ങൾ ആഹ്ലാദം കൊണ്ട് ദീപങ്ങൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും ശ്രീരാമചന്ദ്രനെ വരവേറ്റതിൻ്റെ അനുസ്മരണമാണെന്നാണല്ലോ പറയപ്പെടുന്നത്. കേരളത്തിലും ഉത്തരേന്ത്യയിലും ദീപാവലി ദിവസങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിലാകാനുള്ള കാരണം ഒരുപക്ഷെ രാവണനെ നിഗ്രഹിച്ച് ശ്രീലങ്കയിൽ നിന്നും സീതാദേവിയെ മോചിപ്പിച്ച് തിരികെ അയോധ്യയ്ക്ക് പുഷ്പവിമാനത്തിൽ പോകുമ്പോൾ ആദ്യം ഇറങ്ങുന്നത് കേരളത്തിൽ ആയിരിക്കാമല്ലോ. അത് കഴിഞ്ഞ് പുഷ്പവിമാനത്തിൽ അയോധ്യയിലെത്താൻ ഒരു ദിവസത്തെ സമയം എടുത്തു കാണും. അതുകൊണ്ടായിരിക്കാം ദീപാവലി ആഘോഷം കേരളത്തിലും ഉത്തരേന്ത്യയിലും തലേന്നും പിറ്റേന്നുമായി പോയത്. അതുപോലെ തന്നെയാകാം ഓണത്തിൻ്റെയും ബലി പ്രതിപദയുടെയും കാര്യം. മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ ആദ്യം എത്തുന്നത് കേരളത്തിലാകാം. അത് കഴിഞ്ഞ് കേരളത്തിലെ വരവേൽപ്പെല്ലാം സ്വീകരിച്ച് ഉത്തരേന്ത്യയിലെത്താൻ ഒരു മാസം സമയമെടുത്ത് കാണണം. കാരണം മഹാബലിക്ക് സഞ്ചരിക്കുവാൻ പുഷ്പവിമാനം ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം ഓരോ പ്രദേശത്തെയും വരവേൽപ്പൊക്കെ സ്വീകരിച്ച് ഉത്തരേന്ത്യയിലെത്താൻ ഒരു മാസത്തിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഓണത്തിനും ബലിപ്രതിപദയ്ക്കും തമ്മിൽ ഇത്ര അന്തരമുണ്ടായത്. മഹാബലിയുടെ യഥാർത്ഥ പേര് വൈരോചനൻ എന്നാണ്. മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരത്തിന് കാരണമായി തീർന്ന ഭക്തപ്രഹ്ലാദൻ്റെ മകനായ വിരോചനൻ്റെ പുത്രനാണ് മഹാബലി. വിരോചനൻ്റെ പുത്രനായത് കാരണം അദ്ദേഹം വൈരോചനൻ എന്ന് അറിയപ്പെടുന്നു. മഹാബലിയെ ഇന്ദ്രസേനൻ എന്നും വിളിക്കുന്നുണ്ട്. പിന്നീട് ചക്രവർത്തിയായപ്പോൾ ബലി ചക്രവർത്തി എന്നും ദാനധർമാദികളാൽ പേര് കേട്ടപ്പോൾ മഹാബലി അഥവാ മാവേലി എന്നുമായി തീർന്നു. അപ്പോൾ ഭാരതം ഒട്ടുക്കും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം അഥവാ ബലിപ്രതിപദ. ആഘോഷ ദിവസങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഓണാഘോഷത്തിൻ്റെ പിന്നിലെ കഥയും ബലിപ്രതിപദയുടെ പിന്നിലെ കഥയും ഒന്നു തന്നെയാണ്. ആഘോഷ രീതികളും ഒന്നു തന്നെയാണ്. നമ്മൾ മലയാളികൾ ഇത് കുറച്ച് വിപുലമായി ആഘോഷിക്കുന്നു എന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യം, പലരും ധരിച്ചു വച്ചിരിക്കുന്നത് മഹാബലിയെ പാതാളത്തിലേക്കാണ് ചവിട്ടിത്താഴ്ത്തിയതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ആകെ 14 ലോകങ്ങൾ ഉള്ളതിൽ 7 ഭൂമിക്ക് മുകളിലും 7 ഭൂമിക്ക് താഴെയുമാണെന്ന് വിഷ്ണുപുരാണത്തിൽ പറയുന്നു. ഭൂമി തൊട്ട് മുകളിലേക്കുള്ള 7 ലോകങ്ങൾ ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിവയാണ്. ഭൂമിക്ക് താഴെയായിട്ട് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നിങ്ങനെ 7 ലോകങ്ങളുള്ളതായി പറയപ്പെടുന്നു. രണ്ടും കൂടി ചേർത്ത് ഈരേഴ് 14 ലോകങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഇതിൽ ഭൂമിക്ക് താഴെയുള്ള സുതലത്തിലേക്കാണ് മഹാബലിയെ പറഞ്ഞുവിട്ടത്, അല്ലാതെ പാതാളത്തിലേക്കല്ല. ദേവേന്ദ്രനേക്കാൾ ഉന്നത സ്ഥാനമാണ് സുതലത്തിൽ ഇവിടെ മഹാബലിക്ക് നൽകിയിട്ടുള്ളത്. മഹാവിഷ്ണു വാമന രൂപത്തിൽ മഹാബലിയുടെ ദ്വാരപാലകനായി ഇവിടെ വസിക്കുന്നു. ഇനി ചിലരുടെ സംശയം എന്തെന്നാൽ
വാമനാവതാരത്തിന് ശേഷമാണല്ലോ പരശുരാമൻ അവതരിക്കുന്നത്. പരശുരാമനാണല്ലോ കേരളം മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചത്. അപ്പോൾ എങ്ങനെയാണ് കേരളം സൃഷ്ടിക്കുന്നതിന് മുമ്പ് വാമനാവതാര സമയത്ത് മഹാബലി കേരളം ഭരിച്ചിരുന്നത്? പരശുരാമൻ കേരളം വീണ്ടെടുക്കുകയാണുണ്ടായത് എന്ന് വേണം കരുതുവാൻ. കാരണം സൂര്യവംശ രാജാവ് സഗരൻ്റെ പുത്രന്മാർ കടൽ തീരത്തുണ്ടായിരുന്ന 100 യോജന നീളത്തിലും 10 യോജന വിസ്താരത്തിലുള്ളതുമായ ഒരു ഭൂപ്രദേശം ഇടിച്ച് കടലിൽ താഴ്ത്തി പാതാളത്തിലേക്ക് വഴിവെട്ടിയതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ സഗരപുത്രന്മാർ ഇടിച്ച് കടലിൽ താഴ്ത്തിയ ഭൂപ്രദേശമാകാം പരശുരാമൻ മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത് കേരളമാക്കിയത്. അതിനുശേഷം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മുമ്പ് പറഞ്ഞതുപോലെ ആഘോഷിക്കുന്ന ബലിപ്രതിപദ ഓണമെന്ന പേരിൽ കേരളത്തിലും വീണ്ടും ആഘോഷിച്ച് തുടങ്ങിയതാകാം. സഗരപുത്രന്മാർ പാതാളത്തിലേക്ക് പോകാൻ ഇടിച്ച് കടലിൽ താഴ്ത്തി വഴിവെട്ടിയ ഭൂപ്രദേശം കേരളമായതിനാലാകാം മഹാബലി സുതലത്തിൽ നിന്നും ആദ്യം കേരളത്തിലെത്തുന്നത് എന്ന് അനുമാനിക്കാം. അപ്പോൾ ഓണത്തിൻ്റെ അറിയാക്കഥകളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.